കേരളം കാത്തിരുന്ന നിർണായക വിവരങ്ങൾ ജോയ്സൺ വെളിപ്പെടുത്തുമ്പോൾ SNDP ശിവഗിരി യൂണിയൻ നേതാവ് കൂടിയായ ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിനു പിന്നിൽ അരങ്ങേറിയ നാടകങ്ങൾ, ഗൾഫിൽ വെച്ച് എന്തെല്ലാം സംഭവിച്ചു, ശേഷം കേരളത്തിലെത്തിയപ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം MV ജയരാജൻ, VV രാജേഷ്, അഡ്വക്കേറ്റ് രാംകുമാർ, PC ജോർജ്, R ബാലകൃഷ്ണപിള്ള, ചൂഴാൽ നിർമ്മലൻ തുടങ്ങിയ നേതാക്കളെയും പ്രതീക്ഷിക്കുന്നു. SNDP ശിവഗിരി യൂണിയൻ നേതാവ് ജോയ്സൺ സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തെക്കുറിച്ച് നടത്തിയ നിർണായക വെളിപ്പെടുത്തൽ. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഗൾഫുമായി ബന്ധപ്പെട്ടാണ്. ശാശ്വതികാനന്ദയുടെ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഇതുമായി ബന്ധപ്പെട്ട് ജോയ്സന്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ കേരളം കാത്തിരിക്കുകയായിരുന്നു. ജോയ്സൺ സ്വാമിക്ക് ദുബായിൽ നേരിടേണ്ടി വന്ന അനിഷ്ട സംഭവങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരീകരണമായിരിക്കുന്നു. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ സ്വാമി അതീവ ദുഃഖിതനായിരുന്നു. ദുബായിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നോട് വിവരിച്ചു. സ്വാമി വിവരിച്ചത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറുമെന്ന് ജോൺസൺ വ്യക്തമാക്കുമ്പോൾ ജോൺസന്റെ ഈ വാക്കുകൾ കേരളം കാത്തിരുന്ന വളരെ നിർണായകമായ വാർത്ത. ദുബായിൽ നിന്നും തിരിച്ചെത്തിയ സ്വാമി അതീവ ദുഃഖിതനായിരുന്നു. ശിവഗിരിയിൽ സ്വാമിയുടെ മുറിയിൽ തന്നെ ഒറ്റയ്ക്ക് വിളിച്ച് ദുബായിൽ നടന്ന സംഭവം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വിവരിച്ചത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാൻ തയ്യാർ. ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ MV ജയരാജൻ, VV രാജേഷ്, അഡ്വക്കേറ്റ് രാംകുമാർ, മറ്റ് അതിഥികളും. ആദ്യം MV ജയരാജനിലേക്ക്. ശ്രീ ജയരാജൻ, ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ ജോയ്സന്റെ ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗൾഫിലെ സംഭവങ്ങളാണ് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത്. ഇതുവരെ വന്നപ്പോൾ പലതരത്തിലുള്ള നിഷേധക്കുറിപ്പുകളായിരുന്നു. ഇതിനൊക്കെ തെളിവുകൾ എവിടെ എന്നത് അടക്കം ചോദിക്കുമ്പോൾ സ്ഥിരീകരണമായിരിക്കുന്നു. അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? ശ്രീ ജോയ്സന്റെ വെളിപ്പെടുത്തലുകൾ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാര്യം വ്യക്തമായി. ശാശ്വതികാനന്ദ സ്വാമിജിയുടേത് സ്വാഭാവിക മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. അതിൻ്റെ പിന്നിൽ വെള്ളാപ്പള്ളിയുടെ പങ്ക് മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ചില സംശയങ്ങൾ മാത്രമായിരുന്നു. ആ സംശയങ്ങളെ ബലപ്പെടുത്തുന്ന വിധത്തിലാണ് ശ്രീ ജോയ്സന്റെ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഈ വെളിപ്പെടുത്തൽ. നീന്തലറിയുന്ന സ്വാമിജി മുങ്ങി മരിക്കില്ല. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ പരിക്കുകളുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം വേണ്ടതില്ലെന്ന് പറഞ്ഞത് പോലീസിനോട് സ്വാമിജിയാണ്. ഒരു ധൃതി അക്കാലത്തുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഉയർന്ന പോലീസ് മേധാവിയോടാണ് വെള്ളാപ്പള്ളി പോസ്റ്റ്മോർട്ടം വേണ്ടതില്ല എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അതൊരു ജലസമാധിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ പരിശ്രമിച്ചത്. ഇപ്പോൾ ചതി സമാധിയാണെന്ന് ജോയ്സൺ പറയുമ്പോൾ ഇത് സംബന്ധിച്ച സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറാവണ്ടേ? ഒരാൾ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തീർച്ചയായും കേരളത്തിലെ സർക്കാരിന് ബാധ്യതയില്ലേ? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു ജാഥ നടത്തുമ്പോൾ ഒരു ചതി സമാധിയെക്കുറിച്ചുള്ള യാത്രാ വിവരണമാണോ നടത്താൻ പോകുന്നത്? ഞാനിപ്പോഴും കരുതുന്നത് തൻ്റെ ചതി സമാധിയെക്കുറിച്ച് ഇതിനകം അന്വേഷണ ഏജൻസികൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തനിക്ക് നേരെ വരുന്ന അറസ്റ്റിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ ജാഥ. അതുകൊണ്ട് സമത്വ മുന്നേറ്റ യാത്രയല്ല, വെള്ളാപ്പള്ളി സംരക്ഷണ യാത്രയാണിത്. ഇതൊരിക്കലും കേരളം അനുവദിച്ചുകൂടാ. പ്രിയൻ്റെ കത്തിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ നേരത്തെ ബിജു രമേശ് പറഞ്ഞതുമായി പൊരുത്തപ്പെടുകയാണ്. ബിജു രമേശിനോട് ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, വിദ്യാസാഗർ SNDPയുടെ മുൻ ഭാരവാഹി
ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, പോലീസ് സത്യസന്ധമായി അന്വേഷിച്ചാൽ പുറത്തു വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, പ്രവീൺ വധവുമായി ശാശ്വതീകാനന്ദിയുടെ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. ജയിലിൽ കിടക്കുന്നയാളുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഗൾഫിൽ വെച്ച് നടന്ന അസ്വാഭാവികമായ കാര്യം, ശാശ്വതീകാനന്ദക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം, അത് ശാശ്വതീകാനന്ദിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉന്നതതല ഗൂഢാലോചനക്ക് കളമൊരുക്കിയിട്ടുണ്ട്. യെസ്, അത്തരം ഗൂഢാലോചനകൾ വരുമ്പോൾ എം വി ജയരാജൻ താങ്കളിലേക്ക് വരാം. വി വി രാജേഷ് കൂടെ ചേരും. വി വി രാജേഷിന് മുമ്പ് അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക്. അഡ്വക്കേറ്റ് രാംകുമാർ, ഇപ്പോൾ എം വി ജയരാജൻ പറഞ്ഞതടക്കം വലിയൊരു ഗൂഢാലോചനയുടെ കേന്ദ്രങ്ങൾ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി പറയുന്ന തെളിവുകൾ ഇപ്പോൾ ജോയ്സണിലൂടെ പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തുവിടുമ്പോൾ ഇതൊക്കെ അധികാരികൾ അല്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾ എത്രമാത്രമാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്? അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? അല്ല, തീർച്ചയായും ജോയ്സൺ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവതരമാണ് എന്ന് ആർക്കും തർക്കിക്കാനാവില്ല. പക്ഷേ നിയമപ്രകാരമുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. കാരണം സംഗതികളെക്കുറിച്ച്, ഈ വസ്തുതകളെക്കുറിച്ച് വിശദമായ അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനനുസരിച്ച് നടത്തി ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാണ്. നിയമപ്രകാരം വീണ്ടും ഒരു FIR എടുക്കാൻ തടസ്സമുണ്ട്. ഇത് തന്നെയാണ് ശ്രീ MM മണിയുടെ കേസിലും സംഭവിച്ചത്. അദ്ദേഹം നേരിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ പ്രസംഗം കേരളത്തിലെല്ലാവരും കേട്ടതാണ്. കേസ് ചാർജ് ചെയ്തു. എന്തായി? ആ നിയമ തടസ്സം ഇതിനും ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അനന്തമായ അന്വേഷണങ്ങൾ, ഒന്നിൽ കൂടുതൽ അന്വേഷണങ്ങൾ, വിവിധ ഏജൻസികളുടെ അന്വേഷണങ്ങൾ, ഇതൊന്നും നമ്മുടെ ക്രിമിനൽ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നില്ല. ഞാൻ ശ്രീ ജോയ്സൺ പറഞ്ഞത് തർക്കിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അന്വേഷണ ഏജൻസിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സംഭവം നടന്ന് വർഷങ്ങളായി. അന്നും ശ്രീ CK വിദ്യാസാഗറിനെ പോലെ നിയമപരിജ്ഞാനമുള്ള ആളുകളാണ് സ്വാമിയുടെ കൂടെ നിന്നിരുന്നത്. പലരും പ്രഗത്ഭരാണ്. ഈ ജോയ്സൺ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാമിയുടെ മരണം അതീവ ദുഃഖമുണ്ടാക്കി. എന്നിട്ടും എന്താണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി യാത്ര തുടങ്ങുന്ന അവസരത്തിൽ അത് പുറത്തു പറയാനുള്ള കാരണം? അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ കാര്യമായി ബാധിക്കില്ല. പക്ഷേ അഡ്വക്കേറ്റ് രാംകുമാർ, ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുക അല്ലെങ്കിൽ പറയുക അതൊക്കെ സാന്ദർഭികമായി സംഭവിക്കുന്നതാണ്. നാളെ വെള്ളാപ്പള്ളിയുടെ യാത്ര എന്നുള്ളതൊന്നും ജോയ്സന് അറിയുന്ന കാര്യങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ഒരു സംഭവം വെളിപ്പെടുന്ന സമയത്ത്, മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് ഇത്തരം സത്യാവസ്ഥകൾ എപ്പോഴും പുറത്തു വരുന്നത് ശക്തമായി മാധ്യമങ്ങൾ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ്. അവരുടെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് അതിൻ്റെതായ സന്ദർഭം ഉണ്ടാക്കിയെടുക്കുക. ആ സന്ദർഭങ്ങളിൽ മാധ്യമപ്രവർത്തകർ നിരന്തരം സമ്മർദ്ദം നടത്തുമ്പോഴാണ് അവരുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ സാന്ദർഭികമായിരിക്കാം. ജോയ്സൺ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് ഒരു ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെടുമ്പോൾ നിയമ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറയേണ്ട സാഹചര്യം എത്രമാത്രം അപലപനീയമാണ് അഡ്വക്കേറ്റ് രാംകുമാർ? അല്ല, അപലപനീയമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിച്ചല്ലേ പറ്റുള്ളൂ. ഒരിക്കൽ ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട് കോടതിയിൽ എത്തിച്ച് കുറ്റം ചെയ്തില്ല എന്ന് കണ്ടാൽ ആ വ്യക്തിയെ വീണ്ടും വിചാരണ ചെയ്യുന്നതിന് വ്യക്തമായ വിലക്കുള്ള നിയമ സംവിധാനമാണ് നമ്മുടെ. ആ നിയമ സംവിധാനത്തിൽ അതൃപ്തിയുള്ളവർ ആ നിയമ സംവിധാനം മാറ്റാനാണ് ഉദ്ദേശിക്കേണ്ടത്. പിന്നെ ശ്രീ ജോയ്സനെ മാധ്യമങ്ങൾ പിന്തുടർന്നു, വളരെ ശരിയാണ്. ഈ കാര്യത്തിലെന്നല്ല, എല്ലാ കാര്യത്തിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ്, വളരെ സക്രിയരാണ്. കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും അവരറിയിക്കുന്നുണ്ട്. വളരെ ശ്ലാഘനീയമായ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മാണിയുടെ ബാർക്കോഴ കേസ് കൈരളി പീപ്പിൾ മാധ്യമങ്ങൾ വഴിയാണ് കേരളം അറിഞ്ഞത്. തീർച്ചയായും അതിൻ്റെ വ്യാപ്തി അവിടെ എത്തി, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിയമപ്രകാരം എന്ത് സത്യം പറഞ്ഞാലും ആ സത്യം പറയുന്ന രീതിയും അതിൻ്റെ സമയവും
അതിൻ്റെ കാലതാമസമൊക്കെ കേസിൻ്റെ വിചാരണയ്ക്ക് വളരെ പ്രസക്തമാണ്. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു പ്രത്യേകത. കാരണം ഒന്നിൽ കൂടുതൽ FIR രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിലാണ്, കേരളം മുഴുവൻ ശ്രദ്ധിച്ചിരുന്ന കേസിലാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു FIR രജിസ്റ്റർ ചെയ്ത് ശ്രീ ജോയ്സിൻ്റെയോ അതേപോലെയുള്ള ആളുകളുടെയോ പ്രിയൻ്റെ അടക്കമുള്ള മൊഴി എടുക്കുന്നതിനും അത് വെച്ച് വീണ്ടും വിചാരണ ചെയ്യുന്നതിനും പ്രതികളാക്കപ്പെടുന്ന ആളുകൾക്ക് നിയമതടസ്സം ഉന്നയിക്കാവുന്നതാണ്. അതെങ്ങനെ നമ്മൾ മറികടക്കും? അപ്പോൾ ചുരുക്കത്തിൽ ഇത് മാധ്യമങ്ങളുടെ ആഘോഷം മാത്രമായി അവശേഷിക്കും. അവർക്ക് സമയം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്, ഞാനത് തർക്കിക്കുന്നില്ല. ഇതിനു മുമ്പ് വെള്ളപ്പള്ളി ഏതോ കൂട്ടുകെട്ട് ഏർപ്പെട്ടപ്പോഴാണ് ആദ്യം ഈ പ്രശ്നം വന്നത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ യാത്രയും. അഡ്വക്കേറ്റ് രാംകുമാർ വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. നിയമം അതിൻ്റെ ഇഴകളിലൂടെ പരിശോധിക്കുന്ന വ്യക്തിയുമാണ്. ആ ബഹുമാനത്തോടെ, വളരെ ബഹുമാനത്തോടും വിനോദത്തോടും ഇടപെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ എന്തിനാണ് ഇവിടെ ഒരു CRPC, IPC അതൊക്കെ നിലനിൽക്കുമ്പോഴും, എവിഡൻസ് ആക്ട് അടക്കം നിലനിൽക്കുമ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത് സർക്കാർ ഇതൊന്നും അറിയുന്നില്ലേ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനൊരു ഇൻവെസ്റ്റിഗേഷൻ, ഓപ്പണിംഗ് ഓഫ് ദി കേസ് ഈ കേസിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപനമായി മുന്നോട്ട് വെച്ചു? എൻ്റെ വിനീത അഭിപ്രായത്തിലും എൻ്റെ പരിമിതമായ അറിവിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ നിയമപരമായ തടസ്സങ്ങളുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഒരു വ്യവസ്ഥ സുപ്രീം കോടതി ആദ്യമായി അംഗീകരിച്ചത് നിയമവ്യവസ്ഥയിൽ നിയമരംഗങ്ങളിൽ അറിയപ്പെടുന്ന ഓട്ടോ ശങ്കർ കേസിലാണ്. പക്ഷേ അതിലൊരു പ്രത്യേകത ഉണ്ട്. മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്ന അവസരത്തിലാണ് കോടതിക്ക് അന്വേഷണ ഏജൻസിയുടെ പാളിച്ചകളും അപാകതകളും അവരുടെ കുറവുകളുമൊക്കെ മനസ്സിലാക്കി ഹൈക്കോടതിക്ക് പുനരന്വേഷണം നടത്താൻ അധികാരമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ബഹുമാനം, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നടക്കുകയും അതനുസരിച്ച് ഒരു അന്വേഷണം നടത്തി ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഒരേ കേസിൽ ഒന്നിൽ കൂടുതൽ അന്വേഷണം നടത്താൻ നമ്മുടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നില്ല. ചെയ്യേണ്ടത് സ്വകാര്യ വ്യക്തികൾക്ക് കോടതിയെ സമീപിച്ച് പുതിയ അന്യായം കൊടുത്ത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വകുപ്പുകളുണ്ട്. അങ്ങനെ ചെയ്ത എത്രയോ കേസുണ്ട്. നേരത്തെ ഇവിടെ വർഗീസിൻ്റെ കേസിനെ പറ്റി പറഞ്ഞു. വർഗീസിൻ്റെ കേസിൽ ആദ്യം FIR ഉണ്ടായിരുന്നില്ല. ആദ്യമായി FIR വന്നത് ആ വെടിവെപ്പിന് കൂട്ടുനിന്ന രാമചന്ദ്രൻ നായർ തൻ്റെ മനസ്സാക്ഷി കുത്തുകൊണ്ട് കേരള സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. ഇവിടെ നിയമപരമായ തടസ്സങ്ങളുണ്ട്. അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. മാധ്യമങ്ങളുടെ ശ്ലാഘനീയമായ പ്രവൃത്തി കേരളത്തിലെ പ്രേക്ഷകരും ജനങ്ങളും കൈയടിച്ച് അനുമോദിക്കട്ടെ. അതിനൊന്നും എനിക്ക് തർക്കമില്ല, എനിക്കും സന്തോഷമുണ്ട്. കാരണം ഈ മരണത്തിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ സത്യം പുറത്തു വരട്ടെ. പക്ഷേ നിയമപ്രകാരമുള്ള തടസ്സങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. ചതിസമാധി എന്നാണ് ജോയ്സൺ സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിലയിരുത്തുന്നത്. സ്വാമിയെ കൊന്നതാണ്. അത് സമാധി എന്നുള്ളത് ചതിസമാധിയാണ്. കൊന്നിട്ടും പകതീരാത്തവർ ഇപ്പോഴും നിലവിലുണ്ട്. അവർ ചെവിയിൽ പൂ തിരികെ നടക്കും. സമാധിക്ക് ചുറ്റും നടന്ന് സത്യം വിളിച്ചു പറയേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നും ജോയ്സൺ പറയുന്നു. സ്വാമിയുടെ മരണം ഒരു കാരണവശാലും ഇപ്പോൾ പറയുന്നത് പോലെ ജലസമാധിയല്ല. അതിന് ജോയ്സൺ നൽകുന്ന വിവരം ചതിസമാധി എന്നാണ്. സ്വാമിയെ കൊന്നതാണ്. കൊന്ന് തള്ളുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഇത്തരം കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായി തനിക്ക് ലഭിക്കുന്ന, താൻ അറിഞ്ഞിട്ടുള്ള, താൻ നേരിട്ടറിഞ്ഞിട്ടുള്ള സ്വാമി ശാശ്വതികാനന്ദ ഗൾഫ് പര്യടനത്തിന് ശേഷം ശിവഗിരി മഠത്തിൽ വച്ച് തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇത്തരത്തിലാണ് വെളിവാകുന്നത്. MV ജയരാജൻ, VV രാജേഷ്, അഡ്വക്കേറ്റ് രാംകുമാർ, ജേക്കബ് ജോർജ്, VV രാജേഷിലേക്ക് ഇതിൻ്റെ നിയമപരമായ അവസ്ഥകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ രാഷ്ട്രീയപരമായി ചിന്തിക്കുകയാണെങ്കിൽ MV ജയരാജൻ അതിൻ്റെ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഏതു തരത്തിലാണ് നിയമവും കൂട്ടിച്ചേർത്തുകൊണ്ട് BJPയുടെ നിലപാടെന്തായിരിക്കും? ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഞങ്ങൾ സ്വീകരിച്ച നിലപാടുണ്ട്. ശാശ്വതാനന്ദ സ്വാമി ഒരുപാട് പേർ, ലക്ഷക്കണക്കിന് ജനങ്ങൾ ബഹുമാനിക്കുന്ന സ്വാമിജിയാണ്. ഞങ്ങൾക്കൊക്കെ തന്നെ ബഹുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സ്വാമിജിയുടെ ജീവിതം ഒരു കോസിന് വേണ്ടി മാറ്റിവെച്ച വ്യക്തിയാണ്. അകാലത്തിൽ അദ്ദേഹം മരണപ്പെടുന്നു. പലതരത്തിലുള്ള വേർഷൻസ് ഉണ്ട്. ഞാൻ അന്ന് എടുത്ത നിലപാടിൽ തന്നെ കുറച്ചുകൂടി കഠിനമായിട്ട് ഇപ്പോഴും പറയുന്നു. ഇപ്പോൾ ആ കേസിൽ പോയി അന്വേഷണ ഏജൻസികൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സാക്ഷികളിൽ ഒരാളിനെയാണ് പീപ്പിൾ TV യുടെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.
അതിൽ രാംകുമാർ സാർ പറഞ്ഞതിലപ്പുറം നിയമം പറയാൻ വേണ്ടി നമുക്കാർക്ക് സാധിക്കുകയില്ല. അതിന്റെ അതിലേക്ക് വരാം. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ വെളിപ്പെടുത്തൽ, ഞാൻ നിയമമല്ല പറഞ്ഞത്, ഇന്നത്തെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പറയാമല്ലോ, ഒരു വ്യക്തിക്ക് ഇപ്പോൾ കേസ് ഹൈക്കോടതി തന്നെ ഇടപെട്ട് ക്ലോസ് ചെയ്ത സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിൽ പുതിയ തെളിവുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷണത്തിന് ഉത്തരവ് ലഭ്യമാകും. ആ ഉത്തരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി വന്ന സാക്ഷികളുടെയും വെളിപ്പെടുത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ കേസ് അന്വേഷിക്കാം എന്നുള്ള കാര്യം രാംകുമാർ സാർ പറഞ്ഞു. അതുതന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ശാശ്വതാനന്ദ സ്വാമിജിയുടെ മരണത്തിൽ അങ്ങനെ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അത് കേരള സമൂഹത്തിന് ലോകത്തിന് മുമ്പായി കൊണ്ടുവരണം. അതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവനും ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ അകത്ത് ജയിലിനുള്ളിൽ ആകണം എന്നുള്ള കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ ഞങ്ങളുടെ പാർട്ടിയുടെയും നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഗുരുദേവ ദർശനങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിക്കൂ. ആ നിലപാട് പറയുമ്പോഴും അദ്ദേഹം ഉയർത്തുന്ന ഇപ്പോൾ പീപ്പിൾ ടി വിയോടുള്ള ഈ വെളിപ്പെടുത്തൽ തന്നെ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്ന രണ്ട് വ്യക്തികൾ അത് പരസ്യമായി പറയുകയാണ്. അതെ, ഞാൻ എൻ്റെ പാർട്ടിയുടെ ശാശ്വതാനന്ദ സ്വാമിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അത് കൊലപാതകമാവട്ടെ, ജലസമാധി ആയിക്കോട്ടെ, ചതിസമാധി ആയിക്കോട്ടെ, എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട് ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നതാണ് ഇതിലെ രാഷ്ട്രീയം. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ പ്രദീപ്, വേറെ വിഷമമൊന്നും തോന്നരുത്. അല്ല ഇത്രയും നാടകീയമായിട്ടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഈ കക്ഷിയെ കണ്ടനൊക്കെ ഇദ്ദേഹം ശുദ്ധ അഭിനേതാവെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആയിക്കോട്ടെ അദ്ദേഹം ഏത് നേതാവും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വവും നേതൃസ്ഥാനത്തെയും നേതൃപാടവത്തെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് ഈ രഞ്ജി പണിക്കർ എഴുതി കൊടുത്ത ഡയലോഗുകൾ സുരേഷ് ഗോപി അവതരിപ്പിക്കും പോലെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഇത് ഞാൻ പൊതുപ്രവർത്തകനാണ്, താങ്കൾ മാധ്യമപ്രവർത്തകൻ, താങ്കളൊക്കെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്, ഞങ്ങളെയും ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ ആൾക്കാർ നടത്തിയിട്ടുണ്ട്. ഇതൊരു ഇൻ്റർവ്യൂ അല്ല, ഇതൊരു കഥ. ജോയ്സൺ കഥ എഴുതുകയാണ്. ഞാൻ പ്രദീപിനോട് സൂചിപ്പിക്കാം. അദ്ദേഹം ഈ ചതിസമാധി എന്നുള്ള വാക്കുണ്ടല്ലോ, ഒരു ഇൻ്റർവ്യൂവിൽ പെട്ടെന്ന് പോയിട്ടൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശേഷി ഉണ്ടാകാം, അദ്ദേഹം അത് ആവർത്തിച്ച് അരക്കിട്ടുറപ്പിക്കുക. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, അച്ഛന് നന്നാക്കിയെടുക്കാൻ കഴിയാത്ത മകനായിരുന്ന എന്നെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ കൊള്ളാവുന്ന ആളാക്കി മാറ്റിയത് സ്വാമിജിയാണ്. ശാശ്വതാനന്ദ സ്വാമിജിയോട് അദ്ദേഹത്തിന്റെ അടുപ്പം വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യം. ഞാൻ ആ പോയിന്റിലേക്ക് വരിക. ശാശ്വതാനന്ദ സ്വാമിയുമായി താങ്കൾക്ക് ഇത്രയും ആത്മബന്ധം വരാൻ എന്താണ് കാരണമെന്ന് രാജീവ് ചോദിച്ചപ്പോഴാണ് ഈ കഥ പറഞ്ഞത്. ഞാൻ സമ്മതിക്കുന്നു, അങ്ങനെ ഒരാളിനെ നേരിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള കഴിവ് ശാശ്വതാനന്ദ സ്വാമിക്ക് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ആത്മീയതയായിരുന്നു. അദ്ദേഹം ഗുരുധർമ്മവും എല്ലാ ഗുരുക്കന്മാരുടെ ധർമ്മവും പകർന്നു കൊടുത്തത്. അപ്പോൾ അതിനു മുൻപ് ജോയ്സൺ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ജോയ്സൺ സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജോയ്സണോട് ചോദിക്കുന്നു, സ്വാമിജി വെള്ളത്തിൽ മുങ്ങി മരിക്കുമോ? രാജീവ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, അവിടെ വളച്ചുകെട്ടൊന്നുമില്ല. സ്വാഭാവികമായും ഒരു വ്യക്തിയോട് വെള്ളത്തിൽ മുങ്ങി മരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി യെസ് ഓർ നോ ആദ്യം പറയാൻ പോകുന്നത്, പിന്നീട് കൂട്ടിച്ചേർക്കും. ആദ്യം പറയും, ഇല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, സ്വാമിക്ക് നീന്തൽ അറിയാമായിരുന്നു. ഇതാണ് ഒരു സാധാരണ ഒരു വ്യക്തി പറയാൻ സാധ്യതയുള്ള ഉത്തരം. എക്സെപ്ഷണൽ കേസുകളുണ്ടായും. ഇദ്ദേഹം ഉടൻ തന്നെ കഥ പറയുകയാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇദ്ദേഹത്തോട് സ്വാമിജി മുങ്ങി മരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് രാവിലെ ചോദിക്കുമ്പോഴേക്കും ഇദ്ദേഹം ഇരുന്നിട്ട് കഥ പറയുക. ഞാനും സ്വാമിയും കൂടി ഇന്നടത്ത് പോയപ്പോൾ, കല്ലാറിൽ പോയപ്പോൾ ഞാൻ സ്വാമിയെ കുറേ നേരം കാണാനില്ല, ഞാൻ അങ്ങനെ ആകെ എനിക്ക് ആകെ പരിഭ്രാന്തി ഉണ്ടായി. ഞാൻ അവിടെയൊക്കെ നോക്കിയപ്പോൾ സ്വാമി ജലത്തിൻ്റെ മുകളിൽ ചമ്രം പടിഞ്ഞിരുന്ന് ധ്യാനിക്കുന്നതായി കണ്ടുവെന്നും. ഞാൻ പറയുന്നത് ഇപ്പോൾ പ്രദീപ് പീപ്പിൾ ടി വി വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ജലത്തിന്റെ മുകളിൽ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു കാരണവശാലും സമ്മതിക്കാത്ത പീപ്പിൾ ടി വി അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിച്ചിരിക്കാം. അത് എനിക്കൊരു ജേക്കബ് ജോർജും വായിച്ചിട്ടുണ്ടാകണം. അതായത് വലിയ യോഗീശ്വരന്മാർ ജലത്തിന് മുകളിൽ കൂടെ നടക്കുക, ജലത്തിൽ ഇരിക്കുക, ജലത്തിൽ മുങ്ങാങ്കുഴിയിടുക. ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഈ ഡിസ്കഷന്റെ ആംഗിൾ താങ്കൾ തിരിക്കുക. അല്ല, ഞാൻ എനിക്കിതിൽ പക്ഷപാതം ഇല്ല രാകേഷ്. ഡൗട്ട്, ഞാനും കാര്യങ്ങൾ വായിക്കുകയാണ്, യോഗയെ കുറിച്ച് പഠിക്കുന്ന ആളാണ്. അവിടെ ഞാൻ വായിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ യോഗ രാംദേവ് BJP അടക്കം ഇന്ന് കാണിക്കുന്ന ഒരു വലിയ യോഗി എന്നത് BJP-ക്കാർ, ഞാൻ ഒരു പാർട്ടിയെ പറയുകയാണ്, അദ്ദേഹം അതിന്റെ വക്താവാണ്. അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങൾ നാം ചാനലിലടക്കം കാണുന്നുണ്ട്, എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജോയ്സൺ പറയുകയാണ്, എൻ്റെ യാത്രയിൽ ഇദ്ദേഹം ജലത്തിനു മുകളിൽ യോഗ ആസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് വി രാജേഷ് വിശ്വസിക്കുന്നു. പ്രദീപ്, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ഡിസ്കഷനിൽ കണ്ടിന്യൂ അല്ല, ഞാൻ ചോദിച്ചതാണ്, എന്റെ ഡൗട്ട് നമ്മൾ സംവാദമാക്കി.
അല്ല സംവാദം അങ്ങനെ ആക്കണ്ട, Yes. സംവാദം അങ്ങനെ Yes, ആക്കണ്ട yes. പ്രതിഭേ. സഖാവ് എം വി ജയരാജൻ പറഞ്ഞപ്പോഴേക്കും താങ്കൾ ഒരു അല്ല, അക്ഷരം ഞാൻ ഇടപെടും. എം വി ജയരാജൻ അല്ല, പറഞ്ഞാലും ഇടപെടും. അല്ല, Yes, പറയൂ. അതല്ല അല്ല, ഞങ്ങൾ നമ്മൾ തമ്മിലുള്ള അല്ല സംസാരത്തിൽ just അത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സംവാദത്തിന്റെ സ്വഭാവമല്ല. ഞാൻ പറയാൻ പോകുന്ന ആശയങ്ങളെ അത് അവിശ്വസിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന അല്ലല്ലോ, ഞാൻ പറയാത്ത താങ്കൾ എന്തിനാ പ്രതിയോഗിക്കുന്നത്? പറയൂ. ഞാൻ പറയാമല്ലോ, ഞാൻ 8 മണിക്ക് ചർച്ചയ്ക്ക് വന്നതാണ്. 8 മണിക്ക് താങ്കൾ പറഞ്ഞ സമയത്ത് വന്നു. 1 മണിക്കൂറോളം ഞാൻ മറ്റുള്ളവരോടൊക്കെ ചോദിച്ച കാര്യങ്ങൾ കേട്ടു. ഇദ്ദേഹത്തിന്റെ ജോയ്സിന്റെ ഇന്റർവ്യൂ കേട്ട് ഞാൻ സ്വസ്ഥമായിട്ടിരുന്നു. ഞാൻ ചോദിച്ചത് ഞാൻ രാജേഷിനെ ഇന്റർഫിയർ ചെയ്യുന്നില്ല, ക്ലാരിഫിക്കേഷൻ. യോഗയ്ക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ട്. ഞാൻ യോഗ ആചാര്യനൊന്നുമല്ല. പറയൂ. അല്ലല്ല, ഞാൻ പറയുന്ന പോയിന്റ് അതിന്റെ സ്പിരിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അതിലിടപെട്ട് ദയവ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യും. മാത്രവുമല്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്ത് തെറ്റിദ്ധാരണ പ്രേക്ഷകർ ഞാൻ പ്രദീപ് ദയവ് ചെയ്ത് ഇടപെടരുത്. മറ്റൊന്ന്, അല്ലെങ്കിൽ പ്രദീപ് ഇടപെട്ടുകൊണ്ടിരിക്കാൻ ഞാൻ കേട്ടോണ്ടിരിക്കും. അതായത് സ്വാമിജി മുങ്ങി മരിക്കുമോ ഇല്ലയോ, നീന്തലറിയാവുന്ന ആളല്ലേ എന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹം കഥ പറയുക. ഞാൻ പറഞ്ഞത് ശാശ്വതികാനന്ദ സ്വാമിക്ക് ജലത്തിന് മുകളിലിരിക്കുവാനുള്ള ശേഷി ഉണ്ടായിരിക്കാം. അദ്ദേഹം യോഗ ആചാര്യനായിരിക്കാം. ഇവിടെ സ്വാമിജി മുങ്ങി മരിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ ഈ ജോയ്സൺ ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ജോയ്സൺ പിറകിലേക്ക് പോവുക, 10-15 വർഷം പിറകിലേക്ക് പോയിട്ട് ജോയ്സൺ അവിടെ കണ്ട കാര്യങ്ങൾ വിവരിക്കുക. ഇതൊക്കെ തന്നെ പ്രവിധിവെ നമ്മളും പൊതുപ്രവർത്തനം നടത്തുന്നതാണ്, നമുക്കൊക്കെ തന്നെ അറിയാം. ഞാൻ ഇതിലൊരു നാടകീയത കാണുന്നു. മറ്റൊന്ന്, ജോയ്സണോട് രാജീവ് ചോദിക്കുന്നു, എന്താ ഇത്രയും ആത്മബന്ധമുള്ള സ്വാമിജിയുടെ എനിക്ക് അതിലൊരു സംശയമുണ്ട്. സ്വാമിജിയുടെ ഈ ജോയ്സൺ വിശ്വസിക്കുന്ന തരത്തിലുള്ള കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങൾ അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് ജോയ്സൺ പറഞ്ഞില്ല? 13 വർഷമാണ് സ്വാമിജിയെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു ഓരോ കാര്യങ്ങളും പുറത്തു വരാൻ അതിൻ്റെ സമയമുണ്ട്. സൂര്യ ടിവിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വേണം, എന്തുകൊണ്ട് നിയമ പോരാട്ടത്തിന് പോയില്ല. അദ്ദേഹം പറയുന്നു മണി പവർ വേണം. സ്വാമിജി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം തെളിയണം, മണി പവർ വേണം, മാൻ പവർ വേണം, മസിൽ പവർ വേണം, പൊളിറ്റിക്കൽ പവർ വേണം. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ വരുന്ന ഒരു കാലഘട്ടം അദ്ദേഹം കാത്തിരുന്നു, സ്വാഭാവികമായിട്ട് വന്നതായിരിക്കും. ഇനി ഞാനൊരു കാര്യം ഒറ്റ പോയിന്റിലൂടെ വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട സഖാവ് എം വി ജയരാജൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പ്രസക്തം, ഏറ്റവും പ്രസക്തം. ഈ ചർച്ച ഇന്ന് ആരംഭിച്ചു. ഈ ചർച്ച എന്തായാലും നവംബർ 5-ാം തീയതി വരെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. അവിടെയാണ് സഖാവ് എം വി ജയരാജൻ ഇപ്പോൾ ചോദിച്ചത്, വെള്ളാപ്പള്ളി നടേശൻ നാളെ ആരംഭിക്കാൻ പോകുന്ന ജാഥ അദ്ദേഹത്തിൻ്റെ സംരക്ഷണ ജാഥയായിരിക്കും. അവിടെ ജാഥയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് 13 വർഷം കാണാത്ത സാക്ഷികളെയൊക്കെ കൊണ്ടുവന്ന് വരാൻ പോകുന്ന 20 ദിവസം ഇതായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ ഹിന്ദു സമുദായം, മാർജിനൈസ് ചെയ്യപ്പെട്ട ഹിന്ദു സമുദായങ്ങൾ സംഘടിക്കുന്നു. അവർ സംഘടിക്കുന്നത് സഖാവ് എം വി ജയരാജൻ്റെ പാർട്ടിയിലെ അടിസ്ഥാനപരമായ ജനവിഭാഗങ്ങൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ച് 20 ദിവസവും ആ ജാഥ കേരളത്തിൽ ഉന്നയിക്കാൻ പോകുന്ന മുദ്രാവാക്യങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുന്നതിൽ ഒരു വിരോധമല്ല. ഞാൻ ഈ അവസാനവും പറയുന്നു, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ പാർട്ടിയുടെ പോയിന്റ് ഞാൻ പറയുന്നു, ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണത്തിന്റെ പിന്നിലുള്ള ദുരൂഹത എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണം. അതിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് ആ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. സമയം തന്നിട്ടുണ്ട്. ജേക്കബ് ജോർജിലേക്ക് വരുന്നതിന് മുമ്പ് എം വി ജയരാജൻ, ഒരു ആശങ്കയും താങ്കൾ അരമണിക്കൂർ ഇത് കേട്ടതാണ്, ആശങ്കകൾ ആണ് വി വി രാജേഷ് മുഴുവൻ പങ്കുവെക്കുന്നത്, അസ്വാഭാവികതയും അങ്ങനെ കാണേണ്ടതുണ്ടോ? താങ്കൾക്കും അതാണോ അനുഭവപ്പെട്ടത്? ശ്രീ രാജേഷ് ആദ്യ ഭാഗത്ത് പറഞ്ഞത് ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണം സംബന്ധിച്ച ദുരൂഹത തെളിയിക്കാൻ കഴിയണം, സമഗ്രമായ അന്വേഷണം വേണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ തെളിവുകൾ ജോയ്സൺ നിരത്തി വെച്ചപ്പോൾ അതെല്ലാം അഭിനയമാണ് എന്ന്. രാജേഷ് സത്യസന്ധമായി ആദ്യം പറഞ്ഞ ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയേണ്ടതില്ല. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു ജോയ്സന് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ ഇത് നൽകി എന്നിട്ട് സത്യം പുറത്തു വരട്ടെ എന്ന്. അപ്പോൾ ആത്യന്തികമായ പ്രശ്നം യഥാർത്ഥ കൊലയാളിയെ സംരക്ഷിക്കാനാണ് രാജേഷ് ഇത്രയും നേരം വാദിച്ചത്. ഈ വാദം തന്നെയാണ് മാണിയും പറഞ്ഞത്, ഈ വാദം തന്നെയാണ് ബാബുവും പറയുന്നത്. ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാണിയെ സംരക്ഷിക്കാൻ, ബാബുവിനെ സംരക്ഷിക്കാൻ
ആവർത്തിച്ചാവർത്തിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞതിനെക്കുറിച്ച് ഇന്നലെയല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്? ഇങ്ങനെയുള്ള സംരക്ഷണം മുഖ്യമന്ത്രിയും സഹമന്ത്രിയും നടത്തുമ്പോൾ അവരുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ നീതിപൂർവമായ അന്വേഷണമായിരിക്കുമോ? രാജേഷ് ഭരണത്തിലില്ല, പക്ഷേ രാജേഷിൻ്റെ വാദം മാണിയുടെയും ബാബുവിൻ്റെയും ബാർക്കോഴ കേസിൽ മുഖ്യമന്ത്രി എടുക്കുന്ന വാദത്തിന് സമാനമല്ലേ? നമുക്കെന്താ വേണ്ടത്? നമുക്ക് ശാശ്വതീകാനന്ദയുടെ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള ശക്തികൾ ആരായാലും വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന് നിയമത്തിൻ്റെ വഴികൾ തേടണം. ഒപ്പം ഈ നാടിനറിയണ്ടേ സത്യം? ഒരു ധാർമ്മികമായ ബാധ്യതയില്ലേ? ഇത്രയും വലിയ സന്യാസി വര്യനെ, നീന്തലറിയാവുന്ന ഒരാളെ അവിടെ കൊലപ്പെടുത്തിയിട്ട് ദേഹത്ത് പരിക്കുണ്ടായിട്ട് പോസ്റ്റ്മോർട്ടം പോലും നടത്തണ്ട എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് അതിനെല്ലാം പിന്നിൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തവർ ഒരു ജാഥ നടത്തുമ്പോൾ അത് തുറന്നു പറയാനുള്ള ബാധ്യത രാജേഷിനെ പോലുള്ള പാർട്ടി പ്രവർത്തകന്മാർക്കില്ലേ? പിന്നെ എന്ത് പൊതുപ്രവർത്തന? ഇപ്പോൾ പുറത്തു വന്ന വിവരം ഒരു കൊലക്കേസിലെ പ്രതിയാവേണ്ട ആൾ ജാഥ നടത്തുന്നു എന്നാണ്. എന്താ രാജേഷേ, അങ്ങനെ നടത്തിക്കൂട്ടെ എന്നൊക്കെ പറയാൻ പറ്റുമോ? രാജേഷിൻ്റെ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെങ്കിൽ രാജേഷ് എന്തെല്ലാം കൊലവിളി ഉയർത്തും. ഇപ്പം മണി, ബഹുമാനപ്പെട്ട രാംകുമാർ സീനിയർ അഭിഭാഷകൻ വ്യക്തമാക്കിയത് മണീൻ്റെ പേരിൽ കേസ് എടുത്തതേ തെറ്റ് എന്നല്ലേ? കേസ് എടുത്തല്ലോ. മണി ചൂണ്ടിക്കാണിച്ച ആ പ്രസംഗത്തിലെ ഒരു സംഭവം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം മണീൻ്റെ പേരിൽ കേസെടുത്തല്ലോ. പി ജയരാജൻ്റെയും ടി വി രാജേഷിൻ്റെയും പേരിൽ കേസെടുത്തല്ലോ. എങ്ങനെയാണ് കേസെടുത്ത്? അപ്പോൾ പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി അത് നിൽക്കുമോ അല്ലയോ എന്ന പ്രശ്നം ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കത്തക്ക നിലയിൽ UDFൻ്റെ സർക്കാർ ഒരു നിയമ നടപടി സ്വീകരിക്കണ്ടേ? ഒപ്പം ബഹുമാനപ്പെട്ട സീനിയർ അഭിഭാഷകൻ പറഞ്ഞതുപോലെ നിയമപരമായ നടപടി സ്വീകരിക്കണം. അങ്ങനെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അത് എത്തരത്തിലാണ് ആ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത്? ജേക്കബ് ജോർജിലേക്കും അഡ്വക്കേറ്റ് രാംകുമാറിലേക്കും വരാം. അതോടൊപ്പം തന്നെ ജോയ്സന്റെ വെളിപ്പെടുത്തൽ, അതിലെ നീതി, ആ നീതി ആരുടെ ഭാഗത്താണ് എങ്കിലും അത് നടപടിയായി എങ്ങനെ വരണം? SNDP ശിവഗിരി യൂണിയൻ നേതാവ് ജോയ്സൺ പീപ്പിൾ TVയോട് നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനമായി ആരാണ് ശാശ്വതീകാനന്ദയുടെ മരണത്തിന് പിന്നിൽ എന്ന ചോദ്യത്തിന് വ്യക്തമായ തെളിവുകളോടെയാണ് ജോയ്സൺ സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് സ്വാമിയോട് കടുത്ത ശത്രുത, തുഷാറിനും സ്വാമി ശത്രുവായിരുന്നു. ശാശ്വതീകാനന്ദ സ്വാമിയാണ് വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറി ആക്കിയത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ സ്വാമി എഴുതി കൊടുത്തിരുന്നു. തന്നെ ഒരു തരത്തിലും അറിയുന്നില്ല എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ജോയ്സൺ തള്ളിക്കളയുന്നു. വെള്ളാപ്പള്ളിക്ക് തന്നെ അറിയാമെന്ന് കൃത്യമാണ്. അതിനുള്ള തെളിവുകൾ തനിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അത്തരം തെളിവുകൾ താൻ കൊണ്ടുവരികയും ചെയ്യും. ശാശ്വതീകാനന്ദയുടെ മരണം സംബന്ധിച്ച് നിർണായക ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കേരളം കാത്തിരുന്ന ജോയ്സന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അത് വെള്ളാപ്പള്ളിയാണ്, തുഷാർ വെള്ളാപ്പള്ളിയാണ്. അവരുടെ ശത്രുത തെളിയിക്കുമ്പോൾ ജേക്കബ് ജോർജിലേക്കും മറ്റ് അതിഥികളിലേക്കും വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക്. അഡ്വക്കേറ്റ് രാംകുമാർ, ഇപ്പോൾ നാം കാണിച്ച കാർഡുകൾ, അതാണ് ജോയ്സനെ കേരളം കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു. M രാജീവിനോട് പറയുന്നു, ആരാണ് ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നു. ആരോപണമാണ് വെള്ളാപ്പള്ളിക്കാണ് ശത്രുത സ്വാമിയോട്, തുഷാറിനും സ്വാമി ശത്രുവായിരുന്നു. കാരണങ്ങൾ പറയുമ്പോൾ ഇതിനെ ഈ ജോയ്സൺ ആര് എന്ന ചോദ്യത്തെ വെള്ളാപ്പള്ളി നിഷേധിക്കുമ്പോൾ അറിയാമെന്നും അത് തെളിയിക്കാൻ കഴിയുമെന്നും പറയുമ്പോൾ ഒരു പുതിയ എവിഡൻസായി, എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ക്രിമിനൽ കേസിൽ വരുമ്പോൾ കേട്ടിട്ടുണ്ട്, ഫർദർ എവിഡൻസ് വരികയാണെങ്കിൽ അത് കേസിനൊരു പുതിയ സ്വഭാവം നൽകുകയാണെങ്കിൽ അവിടെ നിന്ന് അന്വേഷണം തുടങ്ങാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ M രാജീവിനോട് ജോയ്സൺ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങൾ വ്യക്തികളുടെ പേര് പറഞ്ഞ് ഈ കേസിന്റെ സ്വഭാവത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമോ? എനിക്ക് തോന്നില്ല ഇത് രാഷ്ട്രീയമായി ഒരുപാട് പ്രയോജനം ചെയ്യും. കാരണം
ഈ ജോയ്സൺ വെള്ളാപ്പള്ളിയും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ഒരു 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 സൗമനസ്യം അല്ലെങ്കിൽ സൗഹൃദം തുടങ്ങിയപ്പോഴാണല്ലോ ബിജു രമേശ് ആദ്യമായിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചത്. അപ്പോൾ ഈ ജോയ്സൺ എവിടെയായിരുന്നു? കേരളത്തിലെ മാധ്യമങ്ങളും നിയമവൃത്തങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും SNDP പ്രവർത്തകരും ഒക്കെ നിങ്ങളുടെ മാധ്യമമടക്കം ചർച്ച ചെയ്തിരുന്ന അവസരത്തിൽ ഇത്രയും സുപ്രധാന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ എന്താ ശ്രീ ജോയ്സൺ വരാത്തത്? അപ്പോൾ ഈ രാംകുമാർ ഒരുപക്ഷെ എപ്പോഴും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അത് നിയമമാണെങ്കിൽ ആ നിയമത്തെ വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ വിനീതത്തോടെ ഇടപെടുകയാണ്. അത്തരം രാഷ്ട്രീയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ കേസിൽ ഇത്തരം പുതിയ സംഭവങ്ങൾ വരുമ്പോൾ ഒരു വ്യക്തി അത് എത്രയോ വർഷമാകട്ടെ അതിൻ്റെ വെറാസിറ്റി അവിടെ നിൽക്കട്ടെ, പക്ഷേ അത് അഡ്രസ്സ് ചെയ്യാൻ പാടില്ല, ഇല്ല എന്ന വാദഗതി അങ്ങനെ പറയുന്നുണ്ടോ നിയമം? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഗങ്ങളിലായിരിക്കും? ഒരിക്കലുമില്ല. പക്ഷെ നിയമത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നിയമക്കോടതികളിൽ സുനിശ്ചിതത്വം എന്നൊരു തത്വമുണ്ട്. ക്രിമിനൽ നടപടി നിയമത്തിലെ 300-ാം വകുപ്പ് അനുസരിച്ച് ഒരിക്കൽ പ്രോസിക്യൂഷൻ നടത്തി ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്ത ആളെ വീണ്ടും ശിക്ഷിക്കാൻ അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ഒരു അന്വേഷണം നടത്തി പോലീസ് കേസ് മനസ്സിലാക്കി. അങ്ങനെ ക്ലോസ് ചെയ്ത വിവരം അന്ന് വിവാദമായിരുന്നു. അന്ന് ശ്രീ ജോയ്സൺ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് സുപ്രധാനമായ വിവരങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തിന് ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമം അറിയാവുന്ന ശ്രീ CK വിദ്യാസാഗർ SNDPയുടെ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊക്കെ അന്ന് സംശയമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം അടുത്ത കാലത്ത് മാധ്യമങ്ങൾ ഈ സംശയങ്ങൾ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചില്ല? ചുരുക്കത്തിൽ ഒരു പക്ഷേ സത്യമായിരിക്കാമായിരുന്ന ഒരു കൊലപാതകം, ദുരൂഹമായൊരു കൊലപാതകം തെളിയിക്കപ്പെടാതെ പോയതിൽ ഇന്ന് ഈ പറയുന്ന ആളുകൾക്കും തുല്യമായ പങ്കാളിത്തമില്ലേ? യെസ്, അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വളരെ ബഹുമാന്യനായ ഒരു നിയമജ്ഞൻ ആ രീതിയിലാണ് അഡ്വക്കേറ്റ് രാംകുമാറിനെ എനിക്ക് കാണാൻ ഇഷ്ടം. മറ്റുള്ളവർക്കും വിയോജിപ്പുണ്ടാകില്ല. ഞാൻ ഒരു പ്രോസിക്യൂട്ടർ, പബ്ലിക് പ്രോസിക്യൂട്ടറായി ഈ കേസ് താങ്കൾക്ക് മുന്നിൽ ഒരു വക്കാലത്ത് തരികയാണെങ്കിൽ ഇപ്പോൾ ജോയ്സൺ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നിയമപരമായി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ അതിൻ്റെ വെർഡിക്റ്റ് എന്തോ ആകട്ടെ, അഡ്വക്കേറ്റ് രാംകുമാർ, ഒരു പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ വക്കാലത്തിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ജോയ്സന്റെ ഈ വെളിപ്പെടുത്തലുകൾ ശാശ്വതികാനന്ദയുടെ മരണത്തിലെ ദുരൂഹതയും അതിൻ്റെ അസ്വാഭാവികതയും വെളിപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ശ്രീ ജോയ്സൺ പറഞ്ഞ കാര്യങ്ങൾ പുതുതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ MM മണിയുടെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ നിലനിൽക്കില്ല എന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞതിന് എന്നെ ഇടതുപക്ഷക്കാരനായി ചിത്രീകരിച്ചു സാക്ഷാൽ ശ്രീ PT തോമസ്. അവസാന അനുഭവം എന്തായി? ശ്രീ MM മണിക്കെതിരായി പ്രോസിക്യൂഷൻ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ ശ്രീ MM മണി എനിക്കെന്തോ ഉപകാരം ചെയ്തു എന്ന് വന്നവരെ ഞാൻ അത്തരം അപവാദങ്ങൾ സാധാരണ അവഗണിക്കുകയാണ് പതിവ്. പക്ഷെ പറഞ്ഞത് ശ്രീ PT തോമസാണ്. അവസാനം കേസ് നടത്തി എന്തായി അനുഭവം? കേസ് നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടില്ലേ? ഇവിടെ ഏതു തരത്തിലാണ് അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ ഏതു തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജോയ്സന്റെ വാക്കുകൾ ദുരൂഹതയുണ്ടാക്കുന്നത്, സംശയം വർദ്ധിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ജോയ്സന്റെ വാക്കുകൾ സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പറയേണ്ട സമയത്ത് പറയേണ്ടിയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഈ കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി അന്വേഷണം ത്വരിതമാക്കണം എന്നാവശ്യപ്പെട്ട് ഉത്തരവിട്ട് അവസാനം ഞങ്ങൾക്ക് തെളിവ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത കേസിൽ പ്രതികൾ പുതിയ ആളുകളുണ്ട്. ശ്രീ ജോയ്സൺ പറയുന്നു, പ്രിയൻ പറയുന്നു എന്ന് പറയാൻ നിയമം അനുവദിക്കണ്ടേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയമുള്ളത്, കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. പുതിയ സംഭവ വികാസങ്ങൾ വരുന്നു, നാർക്കോ അനാലിസിസ് അടക്കം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ അറിയാതെയാണോ പരസ്യമായി ഒരു ആഭ്യന്തരമന്ത്രി തുടരന്വേഷണത്തിന് പ്രഖ്യാപനമിട്ടത്? ആഭ്യന്തരമന്ത്രി ജയകൃഷ്ണൻ മാഷ വധക്കേസിലും TP വധക്കേസിലും പുനരന്വേഷണം ഓർഡർ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് തന്നെയാണ് MM മണിയുടെ അന്വേഷണം ഓർഡർ ചെയ്തത്. എന്നിട്ട് എന്തുണ്ടായി? നിയമം നമുക്ക് സൗകര്യം പോലെ വളച്ചൊടിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ആവശ്യത്തിന് നിയമം ഉപയോഗിക്കാം.
അത് പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നിയമക്കോടതികളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിയന്ത്രിക്കുന്നത് ക്രിമിനൽ നടപടി നിയമത്തിലെയും ഭരണഘടനയിലും ഇന്ത്യൻ ചിട്ടാ നിയമത്തിലെയും വ്യവസ്ഥകളാണ്. അതിന് മാറ്റം വരുത്തണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് മുൻകൈ എടുക്കേണ്ടത്. അത്തരം മാറ്റങ്ങൾ വരികയാണെങ്കിൽ താങ്കൾ പറയുന്ന ഈ അഭിപ്രായത്തോട് എനിക്ക് സംശയങ്ങളായി തന്നെ ചേർക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോർത്ത് എസ്റ്റേറ്റിന്റെ ഇതാണ്. നാം തേർഡ് എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫോർത്ത് എസ്റ്റേറ്റിന്റെ നിലപാടിൽ നിന്നുകൊണ്ട് തേർഡ് എസ്റ്റേറ്റിന്റെ അനുഭവ സമ്പത്തിൽ നിന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വരും വരായികകൾ എന്തോ ആകട്ടെ, ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പീപ്പിൾ ടി വിയിലൂടെ ജോയ്സൺ പുറത്തുവിടുന്ന വിവരങ്ങൾ പക്ഷേ എന്നുള്ള വാക്കുകൾക്കപ്പുറത്തേക്ക് അതിൻ്റെ നിർണായകത ജനങ്ങൾക്കത് അറിയാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ആ വാക്കുകളെ നിയമജ്ഞൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് പ്രിമാ ഫേസി താങ്കൾ എങ്ങനെ നോക്കിക്കാണും? അതാണല്ലോ പ്രദീപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീ ശാശ്വതീകാനന്ദയുടെ സഹോദരി വളരെ വിലപിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞു. അവർക്കൊരു സ്വകാര്യ ന്യായം കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തൂടെ? വളരെ പ്രബലരാണല്ലോ അവർ സഹായിക്കുന്നത്. ഇപ്പോൾ സാക്ഷികൾ ധാരാളമുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസിനെ ആലംബമാക്കുന്നത്? അല്ലാതെ തന്നെ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കൊടുക്കലാണ് ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല. കേരള സമൂഹം മാധ്യമങ്ങൾ വഴി സത്യം അറിയണം എന്ന മഹൽ ലക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഏതെങ്കിലും വക്കീലിനെ കണ്ടൊരു സ്വകാര്യ ന്യായം കൊടുക്കാൻ ഉപദേശിക്കൂ. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അങ്ങനെ പോയാൽ ആ ചെയ്യുന്നില്ല എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചെയ്യാൻ മാധ്യമങ്ങൾ എപ്പോഴും അത്തരം ചിന്തകൾക്ക് തുടക്കമിടുകയാണ്, അല്ലെങ്കിൽ വിത്തുപാകുകയാണ്. പീപ്പിൾ ടി വി ഇന്ന് ഈ ചർച്ച വളരെ സമ്മർദ്ദത്തിലും അത് ഒരു സാക്ഷിയെ പുറത്തു കൊണ്ടുവരുന്ന വളരെ നിർണായകമായ എഫർട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നീണ്ട നാളത്തെ സമ്മർദ്ദം പുറത്തു വരാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന് ശക്തി കൊടുത്ത് ധൈര്യം കൊടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഒരു സ്വകാര്യ അന്യായത്തിലൂടെയാണെങ്കിലും ആ തരത്തിലേക്ക് പോകുമ്പോഴും ആ നടപടികൾ എവിടെ നിന്ന് തുടങ്ങണം, ഏതു തരത്തിലായിരിക്കണം? നിയമപരമായ ഒരു ഉപദേശം ചുരുക്കി ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർക്കും അറിയണമല്ലോ അഡ്വക്കേറ്റ് രാംകുമാർ. അതല്ല, ഈ പറഞ്ഞ നിയമങ്ങൾ, ഈ പറഞ്ഞ തെളിവുകൾ നിയമത്തിൻ്റെ കണ്ണിൽ എത്രമാത്രം സ്വീകാര്യമാണ് എന്ന് ഞാനല്ല പറയേണ്ടത്. ആ കേസ് കൈകാര്യം ചെയ്യാൻ പോണ കോടതിയാണ്. ഇവിടെ നിങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ടല്ലോ, കോടതി ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ. അദ്ദേഹം നിയന്ത്രിക്കുന്ന വകുപ്പിന് കീഴിൽ ഒരു കേസ് ചാർജ് ചെയ്യുമ്പോൾ പ്രതി കുറ്റക്കാരനല്ല എന്ന് കോടതി നിർണ്ണയിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ഏറ്റു പറയുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞ് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയല്ല പറയേണ്ടത്. ദയവ് ചെയ്ത് വാക്കുകൾക്ക് സൂക്ഷ്മതയോടുകൂടെ വേണം. ഇവിടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ചാർജ് ചെയ്ത കേസുകളിൽ മന്ത്രിമാരൊക്കെ പറയാണ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതി കുറ്റക്കാരനാണ്. അങ്ങനെ വിചിത്രമായൊരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം കോടതി അതിർത്തി ലംഘിക്കണു എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയണു. മുഖ്യമന്ത്രി അതിർത്തി ലംഘിച്ചതുകൊണ്ടല്ലേ കോടതി അത് പറയേണ്ടി വന്നത്? അപ്പോൾ ആ രീതിയിലുള്ള സംഗതികൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിയമോപദേശം മാധ്യമങ്ങൾ കൂടെ നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഇത്തരം വേദികൾ ഉപയോഗിക്കാറ്. അതിന് എന്ത് പ്രത്യാഘാതങ്ങളുണ്ടായും വിമർശനങ്ങളുണ്ടായും ഇടതുപക്ഷമാണ് വലതുപക്ഷമാണെന്ന് പറഞ്ഞാലും നേരായ വഴിയിൽ കൂടെ പോണ ആളാണ് ഞാൻ, ഇടത്തോട്ടും വലത്തോട്ടും ചായാതെ. അത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ ഒരു പങ്കാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ആ ബഹുമാനമെല്ലാം തന്നുകൊണ്ട് തന്നെ ഒരു ലിറ്റിഗേഷൻ സ്വകാര്യ അന്യായമാണ് ഇപ്പോൾ ജോയ്സന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ ഇനി പ്രാക്ടിക്കലായിട്ടുള്ളത്. നിയമം അനുവദിക്കുന്നത് അത് മാത്രമാണ്. യെസ്, വളരെ വ്യക്തമാണ്. വളരെ ബഹുമാനത്തോടെ ആ ഉത്തരം തന്നെയാണ് ഏറ്റവും നിർണായകം. ഇത്തരം വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾ നടത്തുമ്പോൾ സ്വകാര്യ അന്യായത്തിലൂടെ പുതിയ തെളിവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെയും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. വളരെ നന്ദി താങ്കളുടെ വളരെ തിരക്കുള്ള ഷെഡ്യൂളിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും അതോടൊപ്പം പ്രതികരിച്ചതിനും. ജേക്കബ് ജോർജിലേക്ക്. അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നു പീപ്പിൾ ടി വി ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിനിർണായകമായ തെളിവുകളാണ്, പക്ഷേ നിയമപരമായി ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അത് സാങ്കേതികമാണ്. അതിനപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ ഉറ്റുനോക്കുന്ന, സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന അതിനിർണായകമായ വിലയേറിയ വെളിപ്പെടുത്തലുകൾ പീപ്പിൾ ടി വിയിലൂടെ ജോയ്സൺ നടത്തുന്നു. നിയമത്തെ അദ്ദേഹം പ്രതീക്ഷാപൂർവമല്ല കാണുന്നതും. രാഷ്ട്രീയം ഇത്തരത്തിൽ കാണുമ്പോൾ നേരത്തെ എം വി ജയരാജൻ ചൂണ്ടിക്കാണിച്ചതും ഇദ്ദേഹം വി വി രാജേഷ് പറഞ്ഞതുമൊക്കെ അനുസരിച്ച് വിശ്വാസ്യമല്ല വി വി രാജേഷിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ.
ഇതുവരെ കേട്ടതനുസരിച്ച് താങ്കൾ എങ്ങനെ ഈ രീതികളെ വിലയിരുത്തും? അല്ല, ബഹുമാനപ്പെട്ട നിയമജ്ഞനായ അദ്ദേഹം കേരളത്തിലെ മുതിർന്ന വക്കീലും അഭിഭാഷകരാണ്, പ്രഗത്ഭനാണ്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ നിയമജ്ഞനമാണ്. വളരെ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം കേസിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു പെറ്റീഷൻ കൊടുക്കുക, അതല്ലാതെ വേറെ വഴിയില്ല. രമേശ് ചെന്നിത്തലയോ ആരും നോക്കിയാലും ഇതൊരു പുനരന്വേഷണം പ്രായോഗികമല്ല. അത് നിയമത്തിൻ്റെ വഴി. രാഷ്ട്രീയം, നമ്മുടെ വി രാജേഷ് ഏറ്റവും കൂടി പറഞ്ഞത്, ഞാൻ വന്ന ശേഷമാണല്ലോ രാജേഷ് പറയുന്നത് കേട്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ മൊഴി വിശ്വസിക്കത്തക്കതല്ല. ഇത് രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ സമത്വ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജാഥ തുടങ്ങുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടതെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയം കാണുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളിൽ നിയമ നടപടിയോ കോടതി കൊടുക്കുന്ന അല്ലെ കൊടുക്കാൻ പോകുന്ന ശിക്ഷയോ അല്ല പ്രധാനം. രാഷ്ട്രീയത്തിൽ പ്രധാനം രാഷ്ട്രീയ ഗതി വിഗതികൾ തന്നെയാണ്. ഇപ്പം കെ എം മാണിക്കെതിരെ ഉള്ള ഒരു നിയമപരമായ നടപടി, അതിപ്പം നാളെ കോടതിയിൽ കേസ് വന്ന് നിയമമന്ത്രിയായിരുന്ന കേരളത്തിലെ 50 വർഷം ചരിത്രമുള്ള വലിയ അധികായനായ കെ എം മാണിയെ പിടിച്ച് ജയിലിലിടും എന്നുള്ളതല്ല വിഷയം. ഇവിടെ കെ എം മാണിക്ക് ആ ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലെ ശിക്ഷ. രാഷ്ട്രീയത്തിൽ 50 വർഷമായി, അതിൽ 23 വർഷവും അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു. 13 ബജറ്റുകൾ അവതരിപ്പിച്ച വലിയ ശക്തനായ കേരള കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചടി രാഷ്ട്രീയമായിട്ട് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ കെടുതികൾ യു ഡി എഫും അനുഭവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട രാജേഷേ, എനിക്ക് പറയാനുള്ളത് ഈ കേസിൻ്റെ നിയമവഴികൾ എന്തുമാവട്ടെ, ഈ കേസിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ എന്തുമാകട്ടെ, രാഷ്ട്രീയമായി വെള്ളാപ്പള്ളിയിൽ നിന്ന് തീച്ചുവളയിൽ നിൽക്കുമ്പോൾ അതിന് കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തന്നെയാണ്. അതിന് കാരണം BJPയുടെ തോളത്ത് ചവിട്ടിക്കൊണ്ട് കേരളത്തിൽ അശ്വമേധം നടത്താൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ സമുദായ നേതാക്കന്മാർ ഒരിത്തിരി കൊലപാതകം നടത്തിയാലും ജനങ്ങൾ അങ്ങ് മറക്കും. ഒരു ഇത്തിരി കാശെടുത്ത് അടിച്ച് മാറ്റിയാലും രാഷ്ട്രീയക്കാരോ പത്രക്കാരോ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ ഇപ്പം കെ എം മാണിയെ നമ്മൾ മാധ്യമക്കാർ കുരിശി തറച്ചില്ലേ? കെ എം മാണി ഒരു സമുദായ നേതാവായിരുന്നെങ്കിലോ, ഒരു ബിഷപ്പായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിലെ നേതാവായിരുന്നെങ്കിലോ നമ്മളൊന്നും ചെയ്ത കെ എം മാണി പോട്ടെ എന്ന് പറയും. വെള്ളാപ്പള്ളി ഇതിനെയും പോട്ടെ എന്ന് പറഞ്ഞു, ഇനി ആരും പോട്ടെ എന്ന് പറയുകയല്ല. അതാണ് പറഞ്ഞേ. ഇന്ന് കൈരളി ചാനലോ മറ്റ് ചാനലുകളോ പത്രങ്ങളോ ഇനി വെള്ളാപ്പള്ളി രാഷ്ട്രീയക്കാരനെ വെള്ളാപ്പള്ളിയെ വെറുതെ വിടത്തില്ല. അതാണ് ഇതിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി കുറ്റക്കാരാണെന്ന് ഞാൻ പറയില്ല. ഇത് ഈ ജോയ്സൺ പറയുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാനതൊന്നും വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പച്ചപരമാർത്ഥം ഞാൻ ഈ പറയുന്നതാണ്. ഇത്തരം പച്ചപരമാർത്ഥങ്ങൾ വരുമ്പോൾ, ആരോപണങ്ങൾ ഉയരുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയം അത് വളരെ പ്രസക്തവുമെന്ന് പറയുമ്പോൾ വി രാജേഷിലേക്കും MV ജയരാജനിലേക്കും വരാം. അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നു, ഒരു സ്വകാര്യ വ്യക്തി ഇപ്പോൾ ജോയ്സൺ പറഞ്ഞിട്ടുള്ള തെളിവുകളുമായി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ അന്വേഷണം വരും എന്നുള്ളത് പറയുമ്പോൾ, നേരത്തെ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് പീപ്പിൾ TVയുടെ രാഷ്ട്രീയം എന്നുള്ളത് അനീതിക്കെതിരെ ഒരു തെളിവ് വരുമ്പോൾ ആ തെളിവ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക, ചർച്ച ചെയ്യുക. ആ സുതാര്യമായ മാധ്യമ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അഭിമാനത്തോടെയും വളരെ ധൈര്യത്തോടെയും തന്നെ രാജേഷിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നാളെ ഒരു വലിയ യാത്ര ഈ ആരോപിതരായവർ സമൂഹത്തിന് മുന്നിൽ നടത്തുമ്പോൾ അതിനെ പിന്തുണച്ച് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു ഹീനമായ പ്രവർത്തനം ആസ് എ സൊസൈറ്റി മാൻ എങ്ങനെ കഴിയുന്നു രാജേഷ്? എൻ്റെ പ്രതിഭ ഇതൊക്കെ എന്ത് ചോദ്യങ്ങളാണ്. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഉത്തരം പറയാം. ആരോപിതരായവർ കേരളത്തിൽ ഇപ്പം ജേക്കബ് ജോസ് സാർ പറഞ്ഞതിൽ അപ്പുറം ഇതിലൊന്നും പറയാനില്ല. ഞാൻ പല ചർച്ചയിലും പീപ്പിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, 72.5 വർഷവും വെള്ളാപ്പള്ളി നടേശന് ഒരു കുഴപ്പമില്ലായിരുന്നു. സഖാവ് അന്നും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര സാർ ഞാൻ പറയട്ടെ സാർ, സഖാവ് MV ജയരാജന്റെ കുഴപ്പങ്ങളാണ് പുറത്തു വരുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു സാർ അദ്ദേഹം. ഒരു പ്രശ്നമില്ല. വെള്ളാപ്പള്ളിയെ ജയിപ്പിക്കുവാനും VM സുധീരനെ KPCC പ്രസിഡന്റ് ആക്കുവാനും അദ്ദേഹം യത്നിച്ചപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. അദ്ദേഹം നരേന്ദ്രമോദി അമിത്ഷായും കണ്ടപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി. ഇനി താങ്കൾ ചോദിച്ചു ജാഥ, നാളെ ആരോപിതരായവർ കേരളത്തിൽ ആരോപിതരല്ലാത്ത ആരാ ജാഥ നടത്തിയിട്ടുള്ളത്? വേറൊന്ന് എനിക്ക് സഖാവ് MV ജയരാജൻ സഖാവിനോട് ചോദിക്കണം. സഖാവ് നേരത്തെ പറഞ്ഞതെന്ന് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടി അത്ര ചെറിയ പാർട്ടിയൊന്നുമല്ല. സംസ്ഥാനങ്ങൾ ഭരണമുണ്ട്, പാർട്ടിക്ക് പലയിടത്തും ശക്തിയുണ്ട്, ഒക്കെ ഉണ്ട്. ഇത്രയും ശേഷിയുള്ള, ഇത്രയും ശേമുഷിയുള്ള, ഇത്രയും നല്ല തലച്ചോറുകളുള്ള, ഇത്രത്തോളം നല്ല ഹൈക്കോടതിയിൽ അഭിഭാഷകരുള്ള പാർട്ടി എന്തേ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നില്ല ഹൈക്കോടതിയിൽ? ഈ പറഞ്ഞ ജോയ്സൺ, ഈ പറഞ്ഞ ബിജു രമേശ്, ഇങ്ങനെയൊക്കെയുള്ള ശാശ്വതികാനന്ദ സ്വാമിയുടെ
ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും തരാൻ തയ്യാറായിട്ടുള്ള സാക്ഷികൾ വെള്ളയിലിരിക്കുമ്പോൾ ജയരാജൻ സഖാവിനെ ഹൈക്കോടതിയിൽ നേരിട്ട് കേസ് വാദിച്ചിട്ടുള്ള വ്യക്തിയാണ്, പ്രഗത്ഭ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നാളെ രാവിലെ തന്നെ നേരത്തെ രാംകുമാർ സാർ ഒരു അഭിഭാഷണം എന്നുള്ള അദ്ദേഹത്തെ സമീപിക്കാൻ പാർട്ടിക്ക് അദ്ദേഹത്തിന് ഫീസ് കൊടുത്താൽ മതി. ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലൊഴിക്കുക. എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നാളെ രാവിലെ തന്നെ ഒരു കേസ് ഫയൽ ചെയ്ത് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഓർഡറും വാങ്ങി വെള്ളാപ്പള്ളി നടേശൻ്റെ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികളെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നില്ല? കാരണം CPM-ന് ആവശ്യം ഒരു പ്രതികളെ പിടിച്ച് ശിക്ഷിക്കുകയല്ല, മറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്ത് SNDP സമുദായത്തിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട CPM-ന്റെ അണികളുടെ മനസ്സിലേക്ക് ഒരു വെള്ളാപ്പള്ളി നടേശൻ വിരോധം കുത്തിവയ്ക്കുക എന്നുള്ള ഒരു ഹീനമായ അജണ്ട മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് BJP തയ്യാറുണ്ടോ? BJP തയ്യാറാകുമായിരുന്നു, ഞാൻ വ്യക്തിപരമായിട്ട് തയ്യാറാകുമായിരുന്നു. വെള്ളാപ്പള്ളി നടേശന് ഇതിൻ്റെ പിന്നിൽ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണം കൊലപാതകമാണ് എന്ന് വിശ്വസിക്കാനുള്ള തെളിവുകൾ എൻ്റെ പക്കലില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ കോടതിയിൽ പോകുമ്പോൾ, ഞാൻ അതിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകുമ്പോൾ ചുമ്മാ രാവിലെ പോയി ചെന്ന് കോടതിയിൽ ജഡ്ജിയെ വിളിച്ചുണർത്തി ഒരു അന്വേഷണം വേണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ, OP ഫയൽ ചെയ്യുമ്പോഴേക്കും എനിക്കതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് വേണം. എൻ്റെ കയ്യിൽ അതില്ല. 1. 2, ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനുമാണ് അത് ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സഖാവ് MB ജയരാജൻ ഒഴിഞ്ഞു മാറാതെ അതിന് ഉത്തരം തരണം. ഗുരുദേവന്റെ കഴുത്തിൽ കയറിടാനും കുരിശിൽ തറയ്ക്കുവാനും കാണിച്ച ഒരു കഴിവുണ്ടല്ലോ, അതിന്റെ 100% ചെലവാക്കിയാൽ മതി സഖാവെ. നാളെ രാവിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കാം. അത് നിങ്ങൾ ചെയ്യാത്തത്, നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒരു താണ നിലവാരത്തിലുള്ള രാഷ്ട്രീയമാണ് CPM-നുള്ളത്. MV ജയരാജൻ, അതിലെ രാഷ്ട്രീയം ചോദിക്കുമ്പോൾ BJP പോകുമോ എന്നുള്ള ചോദ്യത്തിന് തെളിവുകളില്ല തങ്ങളുടെ കയ്യിൽ എന്നാണ് VV രാജേഷ് പറയുന്നത്. ഇത്തരം നിലപാടുകൾ, രാഷ്ട്രീയപരമായ നിലപാടുകൾ ഏതു തരത്തിലായിരിക്കും താങ്കൾ പ്രതികരിക്കുക? VV രാജേഷിൻ്റെ പാർട്ടിക്കാർ സംഘപരിവാർ സംഘടനകൾ ആ കൽബുർഗിയെ കൊലപ്പെടുത്തിയതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആളെ പിടിച്ചിട്ടും തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ മുഹമ്മദ് അഖിലാത്തിനെ UP-യിൽ ആട്ടിറച്ചിൽ കൊണ്ടുപോയതിന് ആ ഗോമാംസമാണെന്ന് കള്ളം പ്രചരിപ്പിച്ച് എന്നിട്ട് കൊലപ്പെടുത്തിയതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. മാണിക്കെതിരായി തെളിവുണ്ടോ? ബാബുവിനെതിരായി തെളിവുണ്ടോ? മുഖ്യമന്ത്രിയുടെ അതേ നാക്കാണ് നമ്മുടെ രാജേഷിന് കിട്ടിയത്. ഇവിടെ രാജേഷ് ആദ്യം പറഞ്ഞതിൽ നിൽക്കുമെങ്കിൽ അതാണ് അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞു ശാശ്വതികാനന്ദ സ്വാമിജിയുടെ ദുരൂഹ മരണത്തിന്റെ സത്യം ജനങ്ങൾക്കറിയണം. സമഗ്രമായ അദ്ദേഹം നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ജയരാജൻ പരാതി കൊടുത്തു എന്ന് പറയുന്നത്. തീർച്ചയായും ജയരാജൻ പരാതി കൊടുക്കുക, ശാശ്വതികാനന്ദ സ്വാമിജിയുടെ സഹോദരി സ്വകാര്യ ന്യായം കൊടുക്കുക എന്നത് നിയമപരമായി ചെയ്യണം. പക്ഷേ രാജേഷ് ഇപ്പവും പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ കുറ്റവിമുക്തനാണ്. ഇത് തന്നെയാണ് മാണിയെ പറ്റിയിട്ട് മുഖ്യമന്ത്രിയും പറഞ്ഞത്, മാണി കുറ്റവിമുക്തനാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന സ്വരത്തിൽ രാജേഷ് കുറ്റക്കാരെ സംരക്ഷിക്കാൻ നോക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നിരപരാധികളല്ല ജാഥ നടത്തുന്നത്, ആരോപണത്തിന് വിധേയരായവർ മാത്രമല്ല അവർ. തെളിവുകളും വസ്തുതകളും പുറത്തു വന്നിരിക്കുന്നു. കൊലക്കേസിൽ പ്രതിയാകേണ്ടവരാണ് രാജേഷിൻ്റെ പാർട്ടിയിലേക്ക് നാളെ ചേരേണ്ടവർ. ഒരുപാട് കൊലക്കേസിലെ പ്രതികളെ രാജേഷിൻ്റെ പാർട്ടിക്കാർ സ്വീകരിക്കുന്നു. അതവർക്ക് സ്വീകരിക്കാം, കാരണം ലിസ്റ്റ് ഗോൾ മെമ്പർഷിപ്പാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ നിങ്ങൾ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു തർക്കവും വേണ്ട. പീപ്പിൾസ് TV പുറത്തുവിട്ട ഈ വിവരങ്ങൾ നാളെ ശാശ്വതികാനന്ദയുടെ സഹോദരിയോ മറ്റു ബന്ധുക്കളോ ഒരു സ്വകാര്യ അന്യായവുമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിയമപരമായ നടപടികൾ നടക്കട്ടെ. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു സ്വാമിജിയെ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തവർ അങ്ങനെ തങ്ങൾ ജാഥ നടത്തി ഞങ്ങളാണ് ശാശ്വതികാനന്ദ സ്വാമിജിയെ കൊലപ്പെടുത്തിയവരെ കണ്ടെത്താൻ വേണ്ടി നോക്കുന്നത് എന്ന് പറഞ്ഞ് ആടിനെ പട്ടിയാക്കുന്ന പ്രചാരവേല നടത്തരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
Yes. കൊലയാളികളാണ് ജാഥ നടത്തുന്നത്. ഇതാണ് കേരളം നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ചർച്ച ചെയ്തേ പറ്റൂ. ആ കൊലയാളികൾക്ക് ജാഥ നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രാജേഷിന്റെ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയും. കാരണം എന്താ? കൊലയാളികളെ പാർട്ടിയിലേക്ക് എടുക്കണം. അതുവഴിയൊന്നും കേരളത്തിലെ ഈഴവാദി ബഹുജനങ്ങളെ തങ്ങളെ കൂടെ അണിനിരത്താൻ കഴിയില്ല. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ RSSന്റെ ദളിത് ഹിന്ദുക്കളെപ്പോലും ക്ഷേത്രത്തിൽ കയറിയാൽ കൊലപ്പെടുത്താൻ നോക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ ഹീനമായ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരല്ല. കർണാടകത്തിൽ വളരെ വ്യക്തമാണ് എം വി ജയരാജൻ. ആ നിലപാട് താങ്കൾ അടിയുറപ്പിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ നിലപാടാണ്, അത് വ്യക്തമാക്കുന്നു. ജേക്കബ് ജോർജിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. അതായത് ഇപ്പോൾ അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞതനുസരിച്ച് ഒരു സ്വകാര്യ അന്യായം ഇവിടെ നിൽക്കുന്നു, ഒരു തുടരന്വേഷണം എന്നുള്ളത് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നു, ഒരു CBI എന്നുള്ള ഏജൻസിയുടെ ആവശ്യം വളരെ ശക്തമാകുമ്പോഴാണ് രാജേഷിന്റെ പാർട്ടിയുടെ നിലപാടിനെ സംശയദൃഷ്ടിയോടെ കാണേണ്ടത്. ഇതിലെ രാഷ്ട്രീയ കൂട്ടായ്മ, ഇത്തരം ഭയപ്പാടുകൾ രാഷ്ട്രീയ നിലപാടെടുക്കാൻ, വെള്ളാപ്പള്ളിക്കെതിരെ ഒരു രാഷ്ട്രീയ നിലപാടാണെങ്കിൽ വെള്ളാപ്പള്ളിക്കും ഉണ്ടാകണം ഒരു രാഷ്ട്രീയ നിലപാട്. ഇത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് നിലപാടെടുക്കണം? ഇത് CPM കാണിക്കുന്നത്, CPMൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമ്മളല്ലെങ്കിൽ മാറി നിന്ന് അവലോകനം ചെയ്യുമ്പോൾ CPM കാണിക്കുന്നത് കൃത്യമായിട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ആ കൃത്യത എന്താണെന്നും അതിൻ്റെ ഫലം എന്താണെന്നും കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാണിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി BJP കൂട്ടുകെട്ടിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത് CPM ആണ്. അതിൻ്റെ ഫലമാണ് നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാവട്ടെ അതിനോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചു. പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ ശത്രുവിനെ എതിരെ ആഞ്ഞടിക്കുക. അപ്പോൾ BJPയുടെ സൗഹൃദത്തിലേക്ക് കടന്നു വരികയാണ് വെള്ളാപ്പള്ളി. അപ്പോൾ BJPയുടെ ദൗത്യമല്ലത്. ഇപ്പോൾ CPM BJP മൗനം ആചരിക്കുന്നതും ഇതേക്കുറിച്ച് സൗമ്യതയോടുകൂടി സംസാരിക്കുന്നതും വി രാജേഷ് ഒരിക്കലും അഗ്രസീവ് അല്ലല്ലോ, വളരെ ഇന്ന് വളരെ കൂടിയിരിക്കുന്നു. അപ്പം ഇത്രയും അധികരിച്ച സൗമ്യതയോടുകൂടി വി രാജേഷ് സംസാരിക്കുമ്പോൾ അത് BJPയുടെ രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണുക. എം വി ജയരാജനെ ആ തരത്തിൽ പറയുമ്പോൾ CPMന് ഇപ്പോൾ ആവശ്യം ഈ BJP വെള്ളാപ്പള്ളി കൂട്ടുകെട്ട് അപകടമാണ് എന്ന് കേരളത്തിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ CPMൻ്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടി അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു, ഉച്ചത്തിൽ ആവശ്യത്തോട് സംസാരിക്കുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ വെള്ളാപ്പള്ളി നടേശനെതിരെ VS അച്യുതാനന്ദൻ നടത്തിയ തേരോട്ടം എന്തായിരുന്നു അത്? കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ശക്തമായ ഒരു നേതാവ് പ്രതികരിച്ചിട്ടില്ല. ആ ശക്തി വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളെ ഒരു നെക്ക് അല്ലെങ്കിൽ ക്ലോസിൽ വിലയിരുത്തുന്ന വ്യക്തിയാണ് വർഷങ്ങളായി താങ്കൾ. അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുകയാണ്, വി രാജേഷിന്റെ ഈ സൗമ്യത, അത് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ സൗമ്യത, ഇതൊക്കെ മുതലാക്കുക ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ വെള്ളാപ്പള്ളിക്കും തുഷാറിനും ഒരു അജണ്ടയും ഒരു ലക്ഷ്യവും ഉണ്ടായിരിക്കുമോ? അജണ്ട ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് SNDP രാഷ്ട്രീയം ഞാൻ കുറച്ച് കാലമായിട്ട് നോക്കുന്നതാണ്. ഈ SN ട്രസ്റ്റിൽ നടന്ന കാര്യം, ശാശ്വതികാനന്ദ പുറത്തായത്, ശാശ്വതികാനന്ദ മറ്റു സ്വാമിമാരെ പുറത്താക്കിയത് ഒരു ദിവസം കൊണ്ടല്ലേ. അന്ന് എൻ്റെ ഇന്ത്യ ടുഡേയിൽ എൻ്റെ ഓഫീസും വീടും ഒന്നിച്ചാണ്. ഈ സ്വാമി കൈവല്യാനന്ദ, സ്വാമി ഋതാംബരാനന്ദ, ഇവർ 3-4 പേര് കൂടി എൻ്റെ വീട്ടിൽ വന്നു. ആ ഫോട്ടോ എൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ കസേരയൊക്കെ ഇട്ടിട്ടാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം മുഴുക്കി എനിക്കറിയാം. ഞാൻ ആ സ്വാമിമാരുടെ കൂടിയായിരുന്നു. ആ സ്വാമിമാരെയാണ് BJP സഹായിച്ചത്. ശാശ്വതികാനന്ദ കർശനമായി ആദ്യവും അവസാനവും BJP ആയിരുന്നു. ഹിന്ദുത്വത്തിനെതിരെ ഒരു ആശയപരമായ ധൈര്യത്തോടുകൂടി അതിനുവേണ്ടി നിലകൊണ്ട ആളായിരുന്നു ശാശ്വതികാനന്ദ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ദുരന്ത ഫലങ്ങളാണ് പിന്നീട് ഉണ്ടായത്. വെള്ളാപ്പള്ളിക്കെതിരെ അദ്ദേഹം നീങ്ങി. വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് SNDP നേതൃസ്ഥാനത്ത് മാറ്റാൻ അദ്ദേഹം നീക്കം നടത്തി. അതിനകത്ത് ഒത്തിരി ഉള്ളുകളികളും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ BJPയുമായിട്ടുള്ള കൂട്ടുകെട്ട്, അപ്പോൾ വി രാജേഷ് അതായത് താങ്കൾ സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായി അടുത്തറിയുമ്പോൾ വളരെ കോൺട്രഡിക്ഷനാണ്. ശാശ്വതികാനന്ദ ഇഷ്ടമില്ലാതിരുന്ന ഒരു വ്യക്തി, ഇന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ, BJPയുടെ ഹിന്ദുത്വ, ഇത് രണ്ടും ശാശ്വതികാനന്ദയുടെ പേരിൽ അതിലും ഒരു രാഷ്ട്രീയമായി ഒന്നിക്കുന്നു എന്നുള്ള വൈരുദ്ധ്യം യാദൃച്ഛികമാവാം, പക്ഷേ അങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതാണ്. എപ്പോഴും ശാശ്വതികാനന്ദ ആദ്യാവസാനം നിലപാട് സ്വീകരിച്ചിരുന്നത് ഹിന്ദുത്വക്കെതിരായിരുന്നു. ദാർശനികമായ അദ്ദേഹത്തിനൊരു പിൻബലം. ശരിക്കും പറഞ്ഞാൽ ശാശ്വതികാനന്ദ ഒരു വലിയ മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ പത്രപ്രവർത്തന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരായിരുന്നു എൻ്റെ നിലപാട് എങ്കിൽ പോലും അദ്ദേഹം എന്നെ പലപ്പോഴും വിളിക്കുമായിരുന്നു, ഞങ്ങൾ കാണുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുട്ടടലുള്ള വീട്ടിൽ ഞാൻ പോയി കാണുമായിരുന്നു. പലപ്പോഴും എന്നോട് ഈ RSSനെ കുറിച്ചൊക്കെ എത്രയോ തവണ
അദ്ദേഹം രാത്രികളിനോട് സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിലും രഹസ്യമായിട്ട് ഒത്തിരിയും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങനെ യാദൃച്ഛികമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഈ രാഷ്ട്രീയം ഇങ്ങനെ പോയ വഴിക്ക് ഇങ്ങനെ വന്നതായിരിക്കാം. ഏതായാലും വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ ഈ BJP കിട്ടിയിരിക്കുന്നുള്ളതൊരു വലിയ കാര്യമല്ലേ? BJP കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ട്രാറ്റജിക്കലി കേരളത്തിലേക്ക് കാലുകുത്താൻ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു തട്ടകമാണ് SNDP യോഗം. അതാണ് അവർ പ്രയോഗിക്കാൻ നോക്കുന്നത്. അതിനെതിരെ CPM ശക്തമായിട്ട് പ്രതികരിക്കുന്നു. രാഷ്ട്രീയം നല്ല രസമല്ലേ കാണാൻ? ആ രാഷ്ട്രീയത്തിലെ ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഒരുപക്ഷെ രാജേഷിനെ പോലെ BJPയുടെ ഒക്കെ ഒരു സൗമനസ്യം നേടിയെടുക്കുക. ഞാൻ വളരെ പെട്ടെന്നൊരു ക്വിക്ക് ക്വസ്റ്റ്യൻ. ഈ ആരോപണം, ഇന്ന് ജോയ്സൺ നടത്തുന്ന ഈ ആരോപണങ്ങൾ അതീവ ഗുരുതരമെന്നാണ് അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത്. അതിലെ സ്ട്രെയിറ്റ് ആ നിയമവും രാഷ്ട്രീയവും കൂടെ കൂട്ടിച്ചു വായിക്കുമ്പോൾ വെള്ളാപ്പള്ളി ഭയപ്പെടുന്നുണ്ടോ ഇത്തരം ആരോപണങ്ങളെ? അതിലൊരു രാഷ്ട്രീയമുണ്ടോ? അതാണോ അമിത്ഷായെ പോയി കണ്ട രാഷ്ട്രീയം? അല്ല, വെള്ളാപ്പള്ളിയെ ഈ VS അച്യുതാനന്ദൻ്റെ കടന്നാക്രമണം വെള്ളാപ്പള്ളിയെ ശരിക്കും പരിഭ്രമിച്ചു. അത് നിയമപരമായും രാഷ്ട്രീയപരമായും അല്ല, നിയമപരം പോട്ടെ, രാഷ്ട്രീയമായിട്ട്. കാരണം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പരിചയമില്ല. രാഷ്ട്രീയ പ്രവർത്തകരല്ലല്ലോ അദ്ദേഹം. ഒരു ബിസിനസ്സുകാരനായിരുന്നു, കരാറുകാരനായിരുന്നു, കോൺട്രാക്ടറായിരുന്നു. നല്ലപോലെ പണം ഉണ്ടാക്കാൻ അറിയാം. കോൺട്രാക്റ്റിൽ അതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പ്രത്യേക സാങ്കേതികത, അതിൻ്റെ സാങ്കേതികളൊക്കെ അദ്ദേഹത്തിന് അറിയാം. സമുദായ നേതാവ്, ഞാൻ ആ സമയത്തൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വേറൊരു വ്യക്തിയാണ്. അത് പിച്ച് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ VSൻ്റെ ആക്രമണം, ഇപ്പോൾ ജയരാജൻ പറയുന്ന പോലെ ചാനലുകളുടെ ആക്രമണം, സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളിക്ക് അതിൻ്റെ ഒരു പരിഭ്രമമുണ്ട്, പറയാതെ വയ്യ. ഇത്തരം പരിഭ്രമങ്ങൾ വരുമ്പോൾ ഇതിലെ നിയമവശങ്ങൾ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയവും പരിശോധിച്ചാൽ ആരോപണ വിധേയരുടെ രാഷ്ട്രീയം അത് രക്ഷപ്പെടലിന്റെ രാഷ്ട്രീയ തന്ത്രമാണോ? നാളെ വെള്ളാപ്പള്ളിയുടെ യാത്ര നടക്കുന്ന ഈ ഘട്ടത്തിൽ അതിനിർണായകമായ വെളിപ്പെടുത്തൽ എന്ന് നിയമജ്ഞനായ അഡ്വക്കേറ്റ് രാംകുമാർ വിശേഷിപ്പിക്കുന്ന ജോയ്സന്റെ വെളിപ്പെടുത്തൽ ഇത്തരം രക്ഷപ്പെടലുകളുടെ തന്ത്രത്തെ അതിജീവിക്കാൻ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ എത്രമാത്രം ശക്തമുള്ളതായിരിക്കും, ആർജവമുള്ളതായിരിക്കും? അതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും. വളരെ നന്ദി MV ജയരാജൻ, VV രാജേഷ്, ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് രാംകുമാർ പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും.